പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചൗവരിയും പാലും മാങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല കട്ടിയുള്ള 1 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണേ. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അത്യാവശ്യം നല്ല മധുരം വേണം ഈ ഒരു ഡെസേർട്ടിന്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ മധുരം കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈയെടുക്കാതെ തുടരെ ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് സാബൂനരി ഇല്ലേ, കുഞ്ഞ് ചൗവരി, നൈലോൺ സാബൂനരി എന്നൊക്കെ പറയും, അതെടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു ചൗവരി ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വലിയ ചൗവരി പോലെയൊന്നും അല്ല കേട്ടോ. അങ്ങനത്തെ നമ്മളത് മാറ്റി വെച്ചു. ഇനി ഞാനിവിടെ കുറച്ച് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ പാത്രം മാറ്റിയിട്ട് വേറൊരു കുറച്ചും കൂടി വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ആ പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് ചൗവരി ഞാൻ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഫുള്ള് ചൗവരി ചേർത്തിട്ടില്ല. നമ്മളെടുത്തതിൻ്റെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരണം. ചൂടോടുകൂടി നമ്മൾ ഒരു ഫ്രൂട്ട്സും ചേർക്കരുതേ. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത മാങ്ങ, ഒരു 2 മാങ്ങ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് സബ്ജാ സീഡ് ഉണ്ടല്ലോ, കറുത്ത കസ്കസ്, അത് നന്നായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ നല്ല കിടിലൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഒരു 3 മണിക്കൂറൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകിയും ചെറുതായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തണുത്തും വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് നല്ല തണുപ്പോടുകൂടി കുടിക്കാമേ. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പം അതുപോലെ തന്നെ ഇഫ്താർ റെസിപ്പീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. ഇപ്പോൾ മാങ്ങയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണാം. അപ്പം നന്നായിട്ട് പഴുത്ത മാങ്ങ വേണം ഇതിലെടുക്കാൻ, പുളിയുള്ള മാങ്ങയൊന്നും എടുക്കരുത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്കസും അതുപോലെ തന്നെ ബദാമൊക്കെ ചോപ്പ് ചെയ്തൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.